പത്തനംതിട്ട മൂഴിയാറിൽ യുവതി കൊല്ലപ്പെട്ട സംഭവത്തിൽ ഒരാൾ കസ്റ്റഡിയിൽ. കുമളി വള്ളക്കടവ് ചെക്ക് പോസ്റ്റിന് സമീപത്ത് നിന്നാണ് വണ്ടിപ്പെരിയാർ പോലീസ് ഒരാളെ കസ്റ്റഡിയിലെടുത്തത്. പോലീസ് ചോദ്യം ചെയ്ത് വരികയാണ്. ആൽവിൻ തോമസ് ആണ് ചേരുന്നത്. ആൽവിൻ, ഇയാളെ പറ്റിയുള്ള എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഇയാൾ ആ യുവതി താമസിക്കുന്നിടത്ത് ഉള്ള ആളാണോ? മൂഴിയാറിൽ നിന്നുള്ള ആൾ തന്നെയാണോ? ഇത് നാട്ടുകാരൊക്കെ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണോ നിലവിൽ ഇയാളെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്? എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? ഈ ഒരാളെ മരിച്ച നിലയിൽ, യുവതിയെ മരിച്ച നിലയിൽ കണ്ട ഉടൻ തന്നെ അവിടുന്ന് പോലീസ് വണ്ടിപ്പെരിയാർ പോലീസുമായി ബന്ധപ്പെട്ടിരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതേ തുടർന്ന് ഗവിയിൽ നിന്നുള്ള ഈ വനപാത കടന്ന് വള്ളക്കടവ് ചെക്ക് പോസ്റ്റിൽ വെച്ചാണ് ഒരാളെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ സംശയാസ്പദമായി കണ്ടതിനെ തുടർന്ന് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് വണ്ടിപ്പെരിയാർ പോലീസ് നൽകുന്ന വിവരം. ഗവി കടന്ന് വനമേഖല കടന്ന് എത്തിയാൽ സ്വാഭാവികമായും ഇത് എത്തുക ഇടുക്കി കുമളിയിലെ വണ്ടിപ്പെരിയാറിന് സമീപത്തുള്ള വള്ളക്കടവ് എന്ന ചെക്ക് പോസ്റ്റിലാണ്. ആ ചെക്ക് പോസ്റ്റിൽ വെച്ചാണ് ഇപ്പോൾ ഒരാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. അയാളെ വിശദമായി തന്നെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഈ കേസുമായി ബന്ധമില്ല എന്നുള്ളതാണ് അയാളുടെ വിശദമായി ആദ്യഘട്ട ചോദ്യം ചെയ്യൽ അത് അയാൾ പറയുന്നത് എന്നുള്ളതാണ് വണ്ടിപ്പെരിയാർ പോലീസ് ഇപ്പോൾ നൽകുന്ന വിവരം. പക്ഷേ വിശദമായ ചോദ്യം ചെയ്യൽ ആവശ്യമാണ് എന്നുള്ളത് പോലീസ് പറയുന്നു. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെടുന്ന ഒരാളാണോ എന്ന തരത്തിലുള്ള പ്രാഥമിക സംശയം പോലീസിന് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളതും. സ്വാഭാവികമായും ഈ ഗവിയിൽ നിന്ന് കടന്നു വരുമ്പോൾ ഈ വനപാത കടന്നു വരുന്ന മേഖല കൂടിയാണ് ഈ വണ്ടിപ്പെരിയാർ സമീപത്തുള്ള വള്ളക്കടവ് ചെക്ക് പോസ്റ്റ്. അവിടെ വെച്ചാണ് ഇയാളെ സംശയാസ്പദമായ രീതിയിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇയാളെ വിശദമായി ചോദ്യം ചെയ്ത ശേഷം മാത്രമേ കൂടുതൽ നടപടികളിലേക്ക് പോലീസ് കടക്കുകയുള്ളൂ എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ പത്തനംതിട്ട പോലീസുമായും ഇപ്പോൾ വണ്ടിപ്പെരിയാർ പോലീസിൽ നിന്ന് ബന്ധപ്പെട്ടിട്ടുണ്ട്. അവർ നൽകിയ വിവരത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു ചെക്കിംഗ് അവിടെ നടത്തുകയും ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും കൂടുതൽ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്താൽ മാത്രമേ ഇതിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകൂ എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം. ശരി, ആൽവിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.